നമസ്കാരം. ജ്യോതിഷ പങ്ക്തിയിലേക്ക് ഏവർക്കും സ്വാഗതം. ഉത്രട്ടാതി നാളുകാർ വളരെയധികം നിഷ്കളങ്കരും സാധു പ്രകൃതിയുമാണ്. അതേസമയം ശുദ്ധൻ ദുഷ്ടൻ്റെ ഗുണം ചെയ്യുമെന്നൊരു പഴഞ്ചൊല്ല് നിങ്ങൾ കേട്ടിരിക്കുമല്ലോ. തങ്ങളുടെ ശുദ്ധമായ മനസ്ഥിതിയും നിഷ്കളങ്കമായ ചിന്താഗതിയും പലപ്പോഴും ആലോചനയില്ലാത്ത രീതികളും കൊണ്ട് പല പ്രശ്നങ്ങളും നിങ്ങൾ സൃഷ്ടിക്കാറുണ്ട്. അതുകൊണ്ട് നിങ്ങൾ കുടുംബത്തിനുള്ളിലും സമൂഹത്തിലും ഇടപെടുമ്പോൾ വളരെയധികം ആലോചനയോടുകൂടി സാവധാനം അവധാനതയോടുകൂടി തന്നെ പെരുമാറുന്നത് പൊതുവെ എല്ലാ കാര്യത്തിലും വളരെ നന്നായിരിക്കും. നിങ്ങൾക്കിപ്പോൾ അഷ്ടമത്തിൽ വ്യാഴം സഞ്ചരിക്കുന്ന അതീവ ദോഷകരമായ സന്ദർഭം തന്നെയാണ്. ആരൂഢം മറഞ്ഞ രാശി എന്ന് ചുരുക്കം പറയാവുന്നതാണ്. ദൈവാധീന കുറവുണ്ട്. ഏത് കാര്യത്തിലും പരാജയവും ധനനഷ്ടങ്ങളും ഇച്ഛാഭംഗങ്ങളും മനോമാന്ദ്യങ്ങളുമെല്ലാം വന്നു ചേരാം. അതീവ ദുഃഖകരമായ ചില സന്ദർഭങ്ങൾ ജീവിതത്തിൽ ഉണ്ടാകുന്നതിനുള്ള സാധ്യത കാണുന്നുണ്ട്. അതുകൊണ്ട് വളരെയധികം നിങ്ങൾ ജാഗ്രത പാലിക്കുക. അപ്രതീക്ഷിതമായ രോഗക്ലേശങ്ങൾ, പല വിധത്തിലുള്ള ദുരിതങ്ങൾ എന്നിവയെയൊക്കെ നിങ്ങൾ അഭിമുഖീകരിക്കേണ്ടതായി വരാം. തൊഴിൽ രംഗത്ത് അസാധാരണമായ പ്രതിസന്ധികൾ തന്നെ ഉടലെടുത്തുവെന്ന് വരാം. സ്വന്തമായി കൃഷി കച്ചവടങ്ങൾ ചെയ്യുന്നവർക്ക് പല വിധത്തിലുള്ള നഷ്ടങ്ങളെ നേരിടേണ്ടതായിട്ട് വന്നേക്കാം. IT രംഗത്ത് പ്രവർത്തിക്കുന്നവർക്ക് കടുത്ത പ്രതിസന്ധി തന്നെ അനുഭവപ്പെടുന്ന ഒരു സാഹചര്യം ഉണ്ടായെന്ന് വന്നേക്കാം. അന്യദേശങ്ങളിൽ തൊഴിൽ ചെയ്യുന്നവർ വളരെ സൂക്ഷ്മതയോടുകൂടി പ്രവർത്തിച്ചില്ല എങ്കിൽ വളരെയധികം വിശ്വാസവഞ്ചനയിലോ കെണിയിലോ തന്നെ അകപ്പെട്ടു പോകുന്നതിനുള്ള സാധ്യതയാണ് കാണുന്നത്. പൊതുവെ അഷ്ടമത്തിലെ വ്യാഴം വളരെ ദോഷാധിക്യമുള്ളതാണെന്ന് നിങ്ങൾ തിരിച്ചറിഞ്ഞുകൊണ്ട് ശരിയായ രാശി ചിന്ത ചെയ്ത് നിങ്ങൾക്ക് ഇപ്പോൾ ഏറ്റവും ഉചിതമായ പ്രതിവിധികൾ എന്താണെന്ന് പ്രശ്നരാശിയിലൂടെ കണ്ടെത്തി അത് അനുഷ്ഠിക്കുക തന്നെ വേണം. മറ്റു വിശ്വാസികൾ തികച്ചും ഉത്തമമായ അപൂർവമായ പുഷ്യരാഗരത്നം ബൃഹസ്പതി ശാന്തി എന്നുള്ള ക്രിയ നടത്തി തന്നെ വെള്ളിയിൽ ലോക്കറ്റായി ധരിക്കേണ്ടതാണ്. ഇത് വളരെ അത്യാവശ്യമാണ്. പൊതുവെ ഏത് ജാതി മതക്കാർക്കും മഹാനവഗ്രഹ ശാന്തി അനുഷ്ഠിക്കുന്നത് കൊണ്ട് വ്യാഴദോഷങ്ങൾക്ക് വളരെയധികം ശാന്തതയും സ്വസ്ഥതയും ഉണ്ടായി തീരുമെന്ന് വളരെ വ്യക്തമായി കാണുന്നു.